ശ്രീ പ്രകാശ്, എന്തായാലും ഗുരുതരമായൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യമായല്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ കണ്ടുവരികയാണ്. അതിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വി ശിവൻകുട്ടി പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു പത്രിക, ഒപ്പം ഇതിനു മുമ്പ് സർക്കാരിന് അല്ലെങ്കിൽ KEC ബില്ലിൽ വരെ ഇത്തരം വാചകങ്ങളൊക്കെ തന്നെയും ചേർക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ജനം TV തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ തന്നെയും പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടത്. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തോളം ഗുരുതരമായ ചട്ടലംഘനം ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ അറിവോട് കൂടി തന്നെയാണോ എന്നുള്ളൊരു കാര്യം ബാക്കിയാവുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വളരെ വലിയൊരു പരാജയ ഭീതി തന്നെയാണ് സർക്കാരിനുമുള്ളത്, LDFിനുമുള്ളത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം മാത്രമല്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് ഈ കൃത്യത്തെ കുറിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനപാലിത നിയമത്തിന്റെ സെക്ഷൻ 121 സബ് ക്ലാസ് 2 പ്രകാരം വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഈ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് സർക്കാർ ലെറ്റർ പാഡ്, അദ്ദേഹത്തിന്റെ അദ്ദേഹം തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ സർക്കാരിന്റെ ഔദ്യോഗികമായ സീലും മുദ്രയും എല്ലാമുള്ള ലെറ്റർ പാഡ്, അതിൽ ഒരു വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾ മുമ്പാകെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക, അത് വ്യാപകമായ രീതിയിൽ നിയമമണ്ഡലത്തിൽ പ്രചരണത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനത്തോടൊപ്പം തന്നെ ജനപാലിത നിയമത്തിന്റെ വളരെ ഗുരുതരമായ വകുപ്പായിട്ടുള്ള 123 സബ് ക്ലാസ് 2 പ്രകാരം കുറ്റകൃത്യവുമാണ്. അത് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കേസിലൂടെ അദ്ദേഹത്തിന്റെ അഥവാ വിജയിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഗുരുതരമായ ഒരു നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഭരണാധികാരി മുമ്പാകെ ഭരണാധികാരി മുമ്പാകെ നമ്മൾ പരാതി കൊടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.